അമിത ജോലി ഭാരത്തെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. KSRTC കണ്ടക്ടറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KSRTC കോഴിക്കോട് ബംഗളൂരു സ്വിഫ്റ്റ് ഡീലക്സ് എയർ ബസ്സിലെ കണ്ടക്ടർ കം ഡ്രൈവർ വിനീതിനെയാണ് യാത്രക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലാക്കിയത്. ഷഹീദാണ് വിവരങ്ങളുമായി. ഷഹീദ്, കാണുന്ന ദൃശ്യങ്ങൾ ഏത് ആശുപത്രിയിൽ നിന്നാണ്? അദ്ദേഹത്തിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? അമിത ജോലി ഭാരം എന്ന് പറയുമ്പോൾ വിവരങ്ങൾ എന്താണ്? രതീഷ്, ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും സ്വിഫ്റ്റ് ഡീലക്സ് ബസ് ബാംഗ്ലൂരിലേക്ക് യാത്ര പുറപ്പെട്ടത്. അതിൽ ഡ്രൈവർ കം കണ്ടക്ടറായി ജോലി ചെയ്യുകയായിരുന്നു വിനീത്. തേഞ്ഞിപ്പല സ്വദേശിയാണ്. ഡ്രൈവർ കം കണ്ടക്ടർ ആണെങ്കിൽ പോലും ആ സമയത്ത് കണ്ടക്ടർ ജോലി ചെയ്യുകയായിരുന്നു. കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന സമയത്ത് താമരശ്ശേരി എത്താറായപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവിടെ വൈദ്യ പരിശോധന, ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാരുണ്ട്. ഏറെക്കുറെ ബസ്സിൽ മുഴുവൻ സീറ്റുകളിൽ യാത്രക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ബസ്സും യാത്രക്കാരും ഒക്കെ ഉള്ളത്. പകരം സംവിധാനം ഉണ്ടാക്കുമെന്നാണ് KSRTC അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ ജോലിക്ക് കയറിയതാണ്. പ്രിയദർശിനി ബസ്സിൽ ജോലിക്ക് കയറിയതാണ്. 2 തവണ പാലക്കാട് പോയി തിരിച്ചു വന്നു. അതായത് 3 ഡ്യൂട്ടി എടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ 3 ഡ്യൂട്ടി തുടർച്ചയായി എടുക്കുമ്പോൾ ആ സമയം കവർ ചെയ്യുമ്പോൾ 2 ദിവസം അവധി വേണ്ടതാണ്. ഇന്നലെ അദ്ദേഹം രാവിലെ കോഴിക്കോട് എത്തി ഡിപ്പോയിൽ പകൽ സമയത്ത് കിടന്നുറങ്ങി. രാത്രി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. രാത്രി പോകുമ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അസുഖമുണ്ട്, സുഖമില്ലാത്ത ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവധി വേണം, നാളെ കൂടി ഞാൻ അവധി വേണമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ വിനീത് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. അതും ലോങ് റൂട്ടാണ്, ബാംഗ്ലൂർ റൂട്ടിലേക്കുള്ള ബസ്സാണ്. അങ്ങനെ ഡ്യൂട്ടിക്ക് നിർബന്ധിച്ച് വിളിച്ചു വരുത്തി എന്നാണ് നമുക്ക് അവരിൽ നിന്നും, ജീവനക്കാരിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ ജോലി ചെയ്തതാണ് ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയും അങ്ങനെ കൊഴിഞ്ഞു വീകാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. ഏതായാലും കണ്ടക്ടർ ജോലി ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായത് എന്നത് ആശ്വാസകരമാണ്. ഏതായാലും ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ കണ്ടക്ടർ ഉള്ളത്. ശരി, അമിത ജോലിഭാരം എന്ന പരാതി ഉയർന്നു വരികയാണ്. KSRTCയിൽ നേരത്തെയും അത്തരം പരാതികൾ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തും സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ വിഷയം പരിശോധിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട്.